ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പോ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ശരീരം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി. അർച്ചനയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അത് സച്ചിക്ക് താങ്ങാൻ കഴിയായിരുന്നില്ല. അത് ദൈവത്തിനും അറിയാം. പിന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റമൊക്കെ വേണ്ടേ? ഒരു ദിവസം സേതുമാധവനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. അമ്മാവനും അതിന് സാക്ഷിയാവും. ചെയ്തതിനൊക്കെ ഒരു തിരിച്ചടി അയാൾക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ. എന്തായാലും അന്നാ പണം കൊടുത്തതിന് അമ്മാവന് സാക്ഷിയാണല്ലോ. അമ്മാവന്റെ മുന്നിൽ തന്നെ അയാളെ കൊണ്ടുവന്ന് നിർത്തി ഞാനത് ചോദിക്കും. എനിക്ക് അയാളെ കാണുന്നതുകൊണ്ട് ഇഷ്ടമല്ല, ചതിയൻ. എന്നാണെങ്കിലും സത്യകളെ ഏറ്റു പറയണമല്ലോ അമ്മാവ. ആ സമയത്ത് എന്റെ ഒപ്പം അമ്മാവനും ഉണ്ടാവണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. മൂർത്തി വന്നു വന്നേ. അവന്തിയുടെ നീക്കങ്ങളെല്ലാം നീ എന്നെ അറിയിക്കണം, മനസ്സിലായോ? ഓക്കെ സാർ. എപ്പോഴും മോളോടെ തന്നെ ഉണ്ടോളാന്ന് ഞാൻ എന്നോട് പറയായിരുന്നു. അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല. ഇവിടെ എന്റെ അച്ഛൻ്റെ ആത്മാവ് എനിക്ക് കൂട്ടിനുണ്ട്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. എന്താ? ഒന്നുമില്ല. സച്ചിയുടെ കാര്യം ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ ഇതാ എല്ലാം പോയിന്ന് ഞങ്ങൾ കരുതിയതാ. പക്ഷെ എല്ലാ ലൈഫിനും ചിലപ്പോ ഒരു യൂട്ടേൺ ഉണ്ടാവും. ദൈവം വരയ്ക്കുന്ന ഒരു സിഗ്നലിലൂടെ. ആ യൂട്ടേൺ ആണ് ഇപ്പോ അർച്ചനയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. മരണത്തിന്റെ അറ്റത്ത് വരെ ചെന്നിട്ട് ഒരു തിരിച്ചുവരവ്. സത്യം പറഞ്ഞ എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ശരീരം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി. അർച്ചനയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അത് സച്ചിക്ക് താങ്ങാൻ കഴിയായിരുന്നില്ല. അത് ദൈവത്തിനും അറിയാം. പിന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റമൊക്കെ വേണ്ടേ? സന്ധ്യ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാൻ? ഇനി എല്ലാം അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. ജീവിതത്തിലെ ഇരുട്ട് മുഴുവൻ മാറിയതുപോലെ. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അർച്ചനയുടെ കാര്യത്തില് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റിയല്ലോ. ഇനി എല്ലാം പഴയതുപോലെ ആവും. ആ പ്രതീക്ഷ എനിക്കുണ്ട്. നന്ദേട്ടൊന്ന് കാണാൻ പോലും പറ്റാതെ ഞാൻ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ട്. അനുഭവിക്കാവുന്നതിന്റെ പരമാവധി ഞാനും അനുഭവിച്ചു. കുറച്ച് അഭിനയിക്കുകയും ചെയ്തു അല്ലേ? അവന്തിക്ക് അവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ അതും വേണ്ടി വന്നു. ഇനി നെല്ലിശ്ശേരിയുടെ പഴയ വെളിച്ചം തിരിച്ചു വരും. അതെ, എനിക്ക് റൗണ്ട്സിന് സമയമായി. ഞാൻ പോട്ടെ, പിന്നെ കാണാം. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ശരി, കാണാം.
മുറ്റത്ത് ഓടിക്കളിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പിന്നാലെ കളിച്ചും ചിരിച്ചും താനും ഞാനും. നമ്മുടെ ആ ലോകത്ത് നമ്മൾ 4 പേര് മാത്രം. അകത്ത് കയറി കാണണോ? വേണ്ട, ഉം.